കൊരകൻ്റെ അടുത്ത് പൂമാല കിട്ടി എന്ന് കേട്ടിട്ടില്ലേ? ഞങ്ങളും കേട്ടിട്ടുണ്ടാവുള്ളൂ, പക്ഷെ ഇപ്പൊ കണ്ടു. നിങ്ങളും കണ്ടില്ലേ? ഇതാണത്, അതാണിത്. അപ്പൊ നമുക്ക് വീണ്ടും തുടങ്ങാം. ഇത്രയും പേര് കഷ്ടപ്പെട്ട് വെയിറ്റ് ചെയ്യണം ഒരാൾക്ക് വേണ്ടി. സന്ധ്യ ഇത്ര മേക്കപ്പ് ഇടാൻ എന്താണുള്ളത്? എന്താ സംഭവം അത്? തോറ്റ്, ഞാൻ തോറ്റ്. സ്മോൾ എനിക്ക് പാട്ട് പാടിയിട്ടും മതിയാവുന്നുണ്ടായില്ല. ഞാൻ ഞങ്ങളുടെ 2 കുഞ്ഞു സുന്ദരിമാരുടെ വീഡിയോ എടുത്ത, പക്ഷെ സ്വന്തം വിചാരിച്ച അവക്കളെന്ന് പിന്നീട് മനസ്സിലായിട്ടോ. മുഖം മാറിയുണ്ടാവുള്ളേ. മൂന്നാർ നല്ല തിരക്കാന്ന് പറഞ്ഞ, പക്ഷെ വലിയ തിരക്കൊന്നും ഉണ്ടായില്ലടാ. ഞങ്ങൾ ഈ ഒരു ഏകാന്ത സ്ഥലത്തേക്ക് വന്നു. ഗ്യാപ്പ് റോഡിലേക്ക് പോണ വഴിയാന്ന് തോന്നുന്നു. അവിടെ തേയിലത്തോട്ടത്തിൽ ഇറങ്ങി ഫോട്ടോ എടുക്കാനൊരു സ്ഥലമുണ്ട്. അവിടെ ഇറങ്ങി താഴത്തേക്ക് ഇറങ്ങി ഈ കാഴ്ചകളൊക്കെ കണ്ട് അങ്ങോട്ട് സുഖിച്ച് ലയിച്ച് സന്തോഷമായിട്ടൊക്കെ ഇരുന്ന്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ പക്ക ടൂറിസ്റ്റ് സ്പോട്ടിൽ പോകാനുള്ള പ്രശ്നം നല്ല തിരക്കും നമുക്കൊരു ഒരു കംഫർട്ട് കിട്ടത്തില്ല. ഇവിടെ ഞങ്ങൾ കുറേ അധികം സമയം സ്പെൻഡ് ചെയ്തിട്ടോ. തണുപ്പ് പതുക്കി വന്നു തുടങ്ങി. സംഗതി ജിമ്മിൽ പോയിട്ടും ഭാര്യനെ പൊക്കാൻ പറ്റുന്നില്ല കേട്ടോ, അവളുടെ വെയിറ്റ് കൂടി. സൗമ്യയുടെയും അനൂപിന്റെയും വീഡിയോ എടുത്ത് രമേശ് ചേട്ടൻ ഏകദേശം ഒരു തീരുമാനമായിട്ടോ. ഇത് അടിപൊളിയാണ്. നമ്മുടെ ശ്രീനിവാസൻ ചേട്ടൻ പറഞ്ഞ പോലെ ക്യാമറയും ചാടത്തെ എന്ന് പറഞ്ഞ പോലെ ഞാൻ എടുത്തായിരുന്നു. ശരിക്കും പറ്റാവുന്ന ഹൈറ്റിൽ ചാടട്ടാ. റെഡി, സ്ഥലം നോക്ക്. അതിനുശേഷം ഞങ്ങൾ വലിയ കുഞ്ഞുങ്ങളുടെ ഊഴമായിരുന്നു. തണുപ്പ് കൂടിയപ്പോ അമ്മയും കൊച്ചമ്മയും. പിന്നീട് അങ്ങോട്ട് നടന്നത് ചായകുടി, മാഗി, ബ്രെഡ് ഓംലെറ്റ് എന്നിവ കഴിക്കുന്ന ഒരു മേളമായിരുന്നു. നമുക്കറിയില്ല. ഹായ് ബക്കു, എന്നിട്ട് മുട്ടക്കച്ചവടത്തിൽ നഷ്ടം വന്ന മുട്ടപ്പായത് പോലെ. ചേച്ചി ഒരു സിദ്ധു എനിക്ക് തരൂടാ. തിരിച്ചെന്ന് ഉടനെ പാട്ട് തുടങ്ങി. നമ്മൾ ക്ലാപ്പ് ബോക്സ്, ഗിറ്റാറ്, സ്പീക്കർ എന്നിവ, എസ്പെഷ്യലി അനൂപായിരുന്നു അതിൻ്റെ പിന്നിൽ. ഇതെല്ലാം കരുതിയിട്ടുണ്ടായി. പിന്നെ ഒരു പൊളിയായിരുന്നു. നല്ല കിടിലം അൽഫാമും പൊറോട്ടയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായി. അത് കഴിച്ചു. അതിനുശേഷം 12 മണിയോടെ എടുക്കാൻ ആയപ്പോൾ റിസോർട്ടുകാർ അവിടെ ഒരു പ്രോഗ്രാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അവിടെയും ചെന്ന് കുറച്ച് കമ്പിത്തിരിയും ഒച്ചപ്പാടും ബഹളവും DJ ഒക്കെ ആസ്വദിച്ച് അങ്ങനെ 2024 തീർന്നു. ശാസ്ത്രീയമായി ഡാൻസ് പഠിച്ച രമേശാണ്.
ഡാൻസും ബഹളവും കമ്പിത്തിരിയും തീപ്പരിയും മത്താപ്പവും ഒക്കെ ആയിട്ടൊരു രാത്രി. അങ്ങനെ ന്യൂ ഇയർ 2025. ഒരു പുതുവർഷത്തിലെ ആദ്യ പ്രഭാതം വിത്ത് നേച്ചർ. ഹാപ്പി ന്യൂ ഇയർ. കാലത്തെ റെസ്റ്റോറൻറ്റ് നല്ല കിട്ടലായിരുന്നു കേട്ടോ. പക്ക നീറ്റ് ആൻഡ് ഫുഡ് ഈസ് ഓൾസോ ഗ്രേറ്റ്. അത് പറയാതിരിക്കാൻ വയ്യ. ഞങ്ങൾ ചെന്നപ്പോൾ ബൊഫയൊക്കെ അറേഞ്ച് ചെയ്യണുള്ളൂ. നമ്മളിവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു. കുറച്ച് നാടകവും വർത്തമാനവും കോമഡിയും. അടുത്ത ഓർഡേഴ്സ് എടുക്കും. റെസ്റ്റോറൻറ്റ് റെഡിയാണ്. ഫുഡ് വിത്തിൻ 15 minutes റെഡി. ബൊഫറ്റാണ്. ഇത് ഗ്രൂപ്പിലേക്ക് ഇടാനുള്ള വീഡിയോ ആയിരുന്നു കേട്ടോ. എല്ലാവരും പെട്ടെന്ന് ഫുഡ് കഴിക്കാൻ പറയാനായിട്ട്. ശേഷം ഞങ്ങൾ സ്പോട്ടിൽ ഒരു നാടകം കളിച്ചു. ചുമ്മാ രസോട്ടോ. ചിക്കൻ വറുത്തത്, കാടക്കോഴി മറിച്ചിട്ട് പൊരിച്ചത്. ഈ സാറിനെ പോലെ ഇങ്ങനെ കാടക്കോഴി വേണോ? അത് വേണ്ട, താങ്കളെ പോലെ ഇരിക്കുന്ന ഒരു കാടക്കോഴി. വിസ്കി, ബിയർ, റം. ബിയർ മതി. എനിക്കോ? ഇയാള് അസിസ്റ്റന്റ് ആണോ അല്ലെങ്കിൽ മാഡത്തിന്റെ ഹസ്ബൻഡാണോ? ഇയാളോ? ഹസ്ബൻഡോ? ഇത് എന്തിനാ വീണു വിളിച്ച്? അറിയാതെ സംഭവിച്ചു. ഇത് അവാർഡിൽ പോലെ കാണുന്നതിനുള്ളൂ. മുഴുവൻ മേക്കപ്പാ. ഞാൻ മേക്കപ്പ് ഇല്ല അത്രേ ഉള്ളൂ. ഇതും ഫുൾ മേക്കപ്പാ. പക്ഷെ എവിടെയെങ്കിലും വേറെ ഓപ്ഷൻ കിട്ടിയാൽ നോക്കണോ? ഇതിനൊക്കെ കളഞ്ഞു. കാവിലമ്മ കാലത്തെ നട തുറന്നിറങ്ങിയ പോലെ ഞങ്ങളുടെ എല്ലാം കോമഡി സൈമ്യ. ഒന്ന് കുളിക്കാൻ പോയിക്കോ. മതി. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് നേരെ വന്ന് റൂമിൽ കയറി അങ്ങ് പാട്ടും മേളമായിട്ടൊരു പൊളി. കൊരങ്ങിൻ്റെ അടുത്ത് പൂമാല കിട്ടിയെന്ന് കേട്ടിട്ടുണ്ടായുള്ളൂ. ഇപ്പൊ ഞങ്ങൾ കണ്ട്. നിങ്ങളും കണ്ടില്ലേ? ഇതാണത്. മ്യൂസിക് ഏത് വഴി പോയാലും സ്മോൾ ആൻറ്റിയുടെ രീതിയിലേ പാടും. അത് ഞങ്ങൾ വാശിയാണ്.
ഞാൻ പറയാം ആ പാടിയോ പ്രണയങ്ങളൊക്കെ പുറത്തു വരുന്നത്. അനൂപ് പാട്ടിലും കയറി പിടിച്ചു. പിന്നീട് പാട്ട് മര്യാദ പാടുന്ന സ്മിത ചേച്ചിക്ക് തന്നെ വിട്ടുകൊടുത്തു. പക്ഷെ ദോഷം പറയരുതല്ലോ, അവിടെയൊക്കെ ചുറ്റിപ്പറ്റി തന്നെ അങ്ങ് നിന്നിട്ടാണ്. ശാസ്ത്രീയമായി കൊട്ടുപഠിച്ച എന്റെ അവസ്ഥ കണ്ടല്ലോ അല്ലേ. നമ്മുടെ കൂട്ടത്തിൽ വളരെ ഭംഗിയായിട്ട് പാട്ട് പാടുന്ന നന്ദു, സ്മിത ചേച്ചി, രമേശ് ചേട്ടൻ, സൗമ്യ, ബിജു ചേട്ടൻ, പുള്ളി ഒരു എന്താ പറയുക ഈ അടുത്ത് പൊങ്ങി വന്നൊരു ഗായകനാണ്. പക്ഷെ എന്നിട്ട് പാടുട്ടോ രസമുണ്ട്. അങ്ങനെ ഒട്ടനവധി കലാകാരന്മാരുള്ളൊരു കുടുംബമാണ് നമ്മുടേത്. അതേപോലെ സന്തുമ പാടും, രതീഷ് പാടി തുടങ്ങുന്നുണ്ട്, എന്നാവും അറിയില്ല. ന്യൂ ഇയർ 2025 ഞങ്ങളുടെ മൂന്നാർ ബ്ലാസ്റ്റ് ഈ സെക്കൻഡ് വീഡിയോയുടെ തീരുന്നു ഞാൻ വിചാരിച്ച, പക്ഷേ ഇത് തീരില്ല, ഒരെണ്ണം കൂടി ഉണ്ടാവും. സോ താങ്ക് യു ആൻഡ് വെയിറ്റ് ഫോർ ദ നെക്സ്റ്റ് വൺ. ലവ് യു ഓൾ.